ഹലോ, അന്നമ്മ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തേതാ ഞാൻ ആദ്യം തന്നെ കാണിക്കുന്നത് പഴമൊക്കെ ചീഞ്ഞളിഞ്ഞിരിക്കുന്നത് കേട്ടോ. നമ്മൾ ചോറുണ്ട്, അവിയലുണ്ട്, മീൻകറിയുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ നമുക്ക് ഉച്ചയ്ക്കലത്തേന്. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് വൈകിട്ട് വിളക്കൊക്കെ കത്തിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ കടയിലോട്ട് പോയിട്ടോ. കടയിൽ പോയി. അപ്പോൾ ചേട്ടായിയുടെ വണ്ടിക്ക് ഓയിലില്ലായിരുന്നു, അപ്പോൾ ഓയിൽ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ ഇതെവിടെ കയറിയ കുറച്ച് പഴം വാങ്ങിക്കണമായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് മാങ്ങ പഴുത്ത മാങ്ങ ഇരിക്കുന്നുണ്ടപ്പോൾ കൊതി തോന്നി. അങ്ങനെ മാങ്ങയൊക്കെ വാങ്ങിക്കാനായിട്ട് കയറിയേക്കും കേട്ടോ. അതാണ്ട് എല്ലാ സാധനങ്ങളും ഇവിടെ ഇരിപ്പുണ്ട്. കൺകുളിർമ. അപ്പോൾ നീലൂസിനെ ഞാൻ ചേട്ടായിയുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് അങ്ങനെ ഞങ്ങളിത് ഷവർമ്മ വാങ്ങിക്കാനായിട്ട് കയറി കേട്ടോ. ഷവർമ്മ വാങ്ങിക്കാനായിട്ട് കയറി. അങ്ങനെ തിരിച്ച് വീട്ടിലൊക്കെ എത്തി. അപ്പോൾ ഞാൻ പാട്ടും പാടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിച്ചതെന്ന് കാണിക്കും കേട്ടോ. പഴം വാങ്ങിച്ചു, പപ്പടം വാങ്ങിച്ചു, പയറ് വേണമായിരുന്നു, പയറ് വാങ്ങിച്ചു. പിന്നെ പുട്ടുപൊടി വേണമായിരുന്നു. അപ്പോൾ നാളെ രാവിലെ നമുക്ക് പുട്ടും പയറും പപ്പടവും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വാങ്ങിച്ചത് ഇതെനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കേട്ടോ. ഇതെനിക്കല്ല, ഇത് ചേട്ടായിക്ക് തലയിൽ തേക്കാനുള്ളത്. പിന്നെ 2 ബണ്ണ് വാങ്ങിച്ചു. പിന്നെ 2 ചെറിയ ഇതൊക്കെ വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഷാമ്പൂ. പിന്നെ കുറേ ദിവസമായി ഷാമ്പൂ വാങ്ങിച്ചിട്ട്. അപ്പോൾ ഒരു ക്ലിപ്പ് വാങ്ങിച്ചു. ക്ലിപ്പ് ഇത് മസ്റ്റാണ് വേണ്ടത്. അപ്പോൾ 2 ഈ ചെറിയ ബണ്ണും കൂടെ വാങ്ങിച്ചു. ചിലർ പറയും പുഴു എന്നതിനെ പറയും. 2 പുഴുവിനെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയാണ് എനിക്ക് വാങ്ങിച്ചത്. പിന്നെ ഇതാണ് കേട്ടോ വണ്ടിയുടെ ഓയിൽ, ബ്രേക്കില്ലാതെ വരുമ്പം ഒഴിക്കാനുള്ള ഓയിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അതാണ് ഇത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് മാങ്ങ വാങ്ങിച്ചിട്ടോ. മാങ്ങ 70 രൂപയായിരുന്നു തോന്നുന്നു. 3 മാങ്ങ, 1 കിലോ 70 രൂപ. അപ്പോൾ 1 കിലോ ഉണ്ട്, ഇത് 3 എണ്ണം. അപ്പോൾ മാങ്ങ വാങ്ങിച്ചു. പിന്നെ തേങ്ങ വാങ്ങിച്ചു. തേങ്ങ കുറച്ച് തേങ്ങ വാങ്ങിച്ചു. അപ്പോൾ രാത്രിയിൽ മാങ്ങ തിന്നാൻ പോകാം കേട്ടോ. ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് മാങ്ങ തിന്നാൻ പോകും. നീലൂട്ടൻ അവിടെ നിന്ന് പുട്ട് കഴിക്കും കേട്ടോ. വരവ് അവിടെ എല്ലാം വാരിയിട്ടായിരുന്നു ചെറുക്കൻ. പിന്നെ കുഴപ്പമില്ല, അവ ഇരുന്ന് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ മാങ്ങ തിന്നാൻ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. കൊള്ളായിരുന്നു. തരക്കേടില്ലാത്ത മാങ്ങയായിരുന്നു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അങ്ങനെ മാങ്ങയൊക്കെ കൊതിമൂത്ത് ഞങ്ങൾ 3 പേരുടെ. നീലൂട്ടൊക്കെ കഴിച്ചില്ല കേട്ടോ. നീലൂട്ടിന് ഇഷ്ടമല്ല മാങ്ങ. അങ്ങനെ രാവിലെ ആയിട്ടോ. രാവിലെ പുട്ടും പയറും പപ്പടവും ഒക്കെ വെച്ച് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ജോലിയിലോട്ട് കടന്നു കേട്ടോ. അടുത്ത ജോലിയിലോട്ട് കടന്നു. ചോറ് വയ്ക്കുക. ചോറ് ഈ ഒരു കലത്തിലായിട്ടാണ് വയ്ക്കുന്നത്. പുട്ട് ബാക്കിയുള്ളത് കൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് പുട്ടും ബാക്കി ചോറും എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ചോറ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പം ഒരു ഓല വീണിട്ട് എൻ്റെ പയറിൻ്റെ മുകളിലോട്ട് കറക്റ്റ് ഒരു ഓല വീണു കേട്ടോ. ഞാൻ എടുത്ത് അങ്ങോട്ട് ഇട്ടത്. എൻ്റെ പയറിൻ്റെ മുകളിൽ കിടക്കുമായിരുന്നു അത്. എൻ്റെ പയറിൻ്റെ വള്ളി കുറച്ച് ഭാഗം മുറിഞ്ഞൊക്കെ പോയി. അത് പിന്നെ പോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ വലിച്ചൊക്കെ കെട്ടിയിട്ടുണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ പഠിക്കുമല്ലോ കേട്ടോ. ഇല്ലാത്ത സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതുകയാണ്. ചേട്ടായി വൈകിട്ട് കടയിൽ പോകുന്നുണ്ട്. അപ്പം ഞങ്ങളെയും കൂടെ കൊണ്ടുപോയേനെ. പക്ഷേ ചേട്ടായി കടയിൽ പോകാൻ ഇറങ്ങുന്ന ആ സമയമായപ്പോൾ നീലൂട്ടൻ കിടന്നുറങ്ങി. അപ്പോൾ ചേട്ടായിക്ക് നേരത്തെ പോകണമായിരുന്നു. കാരണം ചേട്ടായിയുടെ ഫോണിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ഫോൺ ഓൺ ആവുന്നില്ല. പക്ഷേ കോൾ വരുന്നുണ്ട്, ബെല്ല് റിങ് ആവുന്നുണ്ട്. പക്ഷേ കോൾ എടുക്കാനും ഒന്നും പറ്റുന്നില്ല, ഒന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ അത് ശരിയാക്കാനും കൂടെ പോകണം. അതുകൊണ്ട് ആൾ ടെൻഷൻ അടിച്ച് എന്നാൽ ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ചേട്ടായി പോയി. ഇല്ലെങ്കിൽ നീലൂട്ടൻ എഴുന്നേറ്റ് ഞങ്ങൾ 3 പേരുടെ പോകത്തുള്ളായിരുന്നു. അങ്ങനെ നീലൂട്ടൻ കറക്റ്റ് സമയത്ത് കിടന്നുറങ്ങിയതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇല്ലാത്ത സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ ഏകദേശമൊക്കെ എഴുതി. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ ഉണ്ടായ ചെമ്പരത്തിയാട്ടോ. ഇത് കുറേ ഉണ്ടായി. അന്നേരമൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. ഞാൻ ഇപ്പോൾ വിചാരിച്ചൊരു വീഡിയോ എടുക്കാം. നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഉച്ചയ്ക്ക് കുളിച്ചിട്ട് ചോറൊക്കെ കഴിക്കും കേട്ടോ. ഈ പൊങ്ങി നിൽക്കുന്നത് നമ്മുടെ അവിയലിനകത്തുള്ള എന്തോ സാധനങ്ങളാണ്. അപ്പോൾ ചോറൊക്കെ കഴിച്ചിട്ട് രാത്രിയായി. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഞാൻ വീഡിയോസ് എടുക്കുന്നുള്ളത് ഇപ്പോൾ കേട്ടോ.
അപ്പോൾ ഇതെന്താണ് ഇത് പൊറോട്ട കേട്ടോ. പൊറോട്ട എന്നോ വാങ്ങിച്ച പൊറോട്ട ഫ്രിഡ്ജിലിരുന്ന് അത് ചൂടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബാക്കി പുട്ടും എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം പുട്ടും അന്നുണ്ടാക്കിയ ബീഫ് കറി ബാക്കി ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു, അതും എടുക്കാമെന്ന് വിചാരിച്ചു. ഇത്രയും പാത്രങ്ങളും കഴുകാനിരിപ്പുണ്ട്. എൻ്റെ ദൈവമേ, ഞാൻ എപ്പോൾ തീർക്കുമോ ഇതൊക്കെ. അങ്ങനെ ഭയങ്കര ചൂടാട്ടോ, അടുക്കളയിൽ നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു ജനലങ്ങ് തുറന്നിടാം, അങ്ങനെയെങ്കിലും ഇച്ചിരി തണുപ്പ് കിട്ടട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പൊറോട്ട എങ്ങനെയാണ് ചൂടാക്കുന്നതെന്ന് കണ്ടോ? ഇതിങ്ങനെയാണ് ഞാൻ പൊറോട്ട ചൂടാക്കുന്നത്. നിങ്ങളാരെങ്കിലും ഇങ്ങനെ പൊറോട്ട ചൂടാക്കാറുണ്ടോ? ഞാനിങ്ങനെ എളുപ്പ വഴി ചൂടാക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ പുട്ടും നമുക്ക് വേവിച്ചെടുക്കാം അല്ലേ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ നമ്മുടെ പൊറോട്ട ഇവിടെ നിന്ന് ചൂടായി വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാം. അങ്ങനെ പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് അടുക്കള ഒതുക്കി കഴിഞ്ഞിട്ട് ഞാൻ പോയി മേല് കഴുകി കേട്ടോ. നിൽക്കാൻ പറ്റും, ഭയങ്കര ചൂടാണ്. അങ്ങനെ കഴിച്ചു. ഇത് അടുത്ത ദിവസത്തെ വിശേഷം കേട്ടോ. അടുത്ത ദിവസം നീലൂട്ടൻ്റെ മാല പൊട്ടിയിരിക്കുമായിരുന്നു. അപ്പോൾ ആ മാല കൊണ്ടുപോയി ചേട്ടായി വേറെ മാല മാറ്റി വാങ്ങിച്ചേട്ടോ. അങ്ങനെ മാലയൊക്കെ ഇട്ടു. നീലൂട്ടൻ സുന്ദരക്കുട്ടനായി. ഭയങ്കര സന്തോഷമായി നീലൂട്ടൻ കേട്ടോ, മാലയൊക്കെ കിട്ടിയപ്പോഴത്തേനും. അല്ലാത്തപ്പോൾ എൻ്റെ മാല പിടിച്ചിട്ട് അവനമ്മ മാല എന്ന് പറയുമായിരുന്നു. ഇപ്പം അവന് മാല കിട്ടിയപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി, ഞങ്ങൾക്കും സന്തോഷമായി. ഭയങ്കര സന്തോഷം. ഐ എം സോ ഹാപ്പി. അങ്ങനെ നീലൂട്ടൻ മാലയൊക്കെ ഇട്ട് സുന്ദര കുട്ടപ്പനായിട്ട് ഇരിക്കുന്നു. ഹാപ്പിയാണ് ആൾ, കുഴപ്പമൊന്നുമില്ല. മാല ഇട്ടപ്പോൾ പിടിച്ചൊക്കെ നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, സീ യു, ടാറ്റ.